ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ താമസിച്ച റൂമിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇവിടെ അരുണാചലിലേക്ക് വന്നപ്പോൾ മുതൽ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മിക്ക വീട്ടിലും നിറയെ പൂച്ചെടികളുണ്ടാവും കേട്ടോ. അതിലൊക്കെ ആണെങ്കിലോ നിറയെ പൂക്കളും. ഈ ചെടിയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ആദ്യമായിട്ട് കാണണം. ഇങ്ങനെ ഒരു പൂച്ചെടിയൊന്നും ഞാൻ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം സമയം 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഒരു 4-4:30 ആകുമ്പോൾ തന്നെ വെളിച്ചം വരും. അപ്പം നമ്മൾ അധികം വൈകാണ്ട് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ തവാങ്ങിക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഏരിയ എത്തിയപ്പോഴേക്ക് കുറേ ചെറിയ ചെറിയ പൂക്കൾ വിരിഞ്ഞ് നിൽക്കണുണ്ടായിരുന്നു. കുറേ സ്ഥലത്ത് കണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഇതേ പൂവ് തന്നെ. മുകളിലോട്ട് പോകുന്തോറും ക്ലൈമറ്റ് ചേഞ്ചായി വരുന്നുണ്ട്. അതുപോലെ നല്ലപോലെ തണുക്കാനും തുടങ്ങി. പിന്നെ മൊത്തത്തിൽ ഇരുട്ടൊക്കെ മൂടി കാണുമ്പോൾ തന്നെ ഒരു ഭീകരമായ അന്തരീക്ഷമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സെലാപാസ് എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 13,700 ഫീറ്റാണ്. ഇത്രയും ഹൈറ്റിക്ക് വരുന്നതുകൊണ്ട് തന്നെ ചിലവർക്ക് മൗണ്ടെയിൻ സിക്നെസ് ഫീൽ ചെയ്യാറുണ്ട്. അതായത് തലവേദന അല്ലെങ്കിൽ തലചുറ്റൽ, ശ്വാസമുട്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചിലവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് കുറയ്ക്കാനായിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക. പിന്നെ മിക്കവരുടെയും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുവാഹത്തിയിൽ നിന്നായിരിക്കും. അപ്പോൾ പറഞ്ഞ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ സെലാപാസിക്ക് വരാതെ നോക്കുക. ദിരാങ് അല്ലെങ്കിൽ ബോണ്ടില അവിടെ എവിടെയെങ്കിലുമൊക്കെ താമസിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ കുറച്ച് ആ മൗണ്ടെയിൻ സിക്നെസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നതാണ് സെലാ ലേക്ക്. ഈ സെലാ ലേക്കിൻ്റെ അങ്ങ് മുഴുവൻ തണുത്തുറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ വെള്ളം. നമ്മളും തണുത്തുറഞ്ഞ് തന്നെയാണ് കേട്ടോ നിൽക്കണേ. നല്ല തണുപ്പുണ്ട്. ഞാൻ കണ്ട വീഡിയോസിലൊക്കെ സെലാപാസിൽ നല്ലപോലെ മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. നല്ലപോലെ മഞ്ഞ് വീഴും, അപ്പം മഞ്ഞ് കളിക്കാന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഇപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഞ്ഞ് വീണ് കിടപ്പുണ്ട്. ഇപ്പോഴും ചെറിയ ചെറിയ തരികളായിട്ട് വീഴുന്നുണ്ട്. പക്ഷെ അത്ര വലിയ മഞ്ഞ് വീഴ്ചയൊന്നുമില്ല. സെലാ ലേക്കിൻ്റെ ഒരു സൈഡ് മുഴുവൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഫുള്ള് നല്ലപോലെ തണുത്തുറഞ്ഞിരിക്കുക കേട്ടോ വെള്ളം. ഫുള്ള് കോട നല്ലപോലെ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് അവിടുന്ന് കേട്ടോ ഇങ്ങോട്ട് വന്നേ. അവിടെ നിന്ന് ഇപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പോലുമില്ല, അമ്മാതിരി കോടയായിട്ടുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ തീരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ നല്ലപോലെ മഞ്ഞ് വീഴും, ചിലപ്പോൾ നല്ല മഴയായിരിക്കും, ചിലപ്പോൾ രണ്ടും കൂടി മിക്സ് ആയിരിക്കും. ഇപ്പോൾ ഇതാ ഫുള്ള് കോട ഇറങ്ങുന്നുണ്ട്. ഈ വെള്ളം മുഴുവൻ ഇങ്ങനെ തണുത്തുറഞ്ഞ് കിടക്കണാകുമ്പോൾ കുറേ പേർക്ക് ഇറങ്ങാൻ തോന്നും. അതുകൊണ്ട് തന്നെ ഇവിടെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്ക് അങ്ങനെ ഇറങ്ങരുത് പറഞ്ഞിട്ട്. ഡേഞ്ചറാന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ശരി, ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ പേര് അവിടെ ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആരോട് പറയാൻ, എന്ത് പറയാൻ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. ഈ സെലാപാസിലേക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു. സെലാപാസിൽ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് പോകുന്തോറും പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, ഒരു മല നിറയെ മഞ്ഞ് വീണ് കിടക്കുന്നത്. ഇതേപോലെ തന്നെ ഇനിയുള്ള കുറേ സ്ഥലങ്ങളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അതൊക്കെ കണ്ടുവരുമ്പോഴാണ് ഒരു സൈഡിൽ കുറേ യാക്കുകളെ കണ്ടത്. ഇവിടെ നോക്കുമ്പോൾ പശുക്കൾ മേയണ പോലെ കേട്ടോ യാക്കുകൾ മേഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ലുക്കും ആ കൊമ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര ടെററായിട്ട് തോന്നുമെങ്കിലും ഇതൊരു പാവാന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ.
ഇവിടെ കുറേ ആർമി യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറേ ഏരിയാസിലൊന്നും നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ മാത്രം ഒരു തിരക്ക്. നോക്കുമ്പം മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം ഫ്രീസായി നിൽക്കുക. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് അത്രയും ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളും കുറേ നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഐസായിട്ട് നിൽക്കുന്നതോടെ നടക്കുമ്പോൾ നല്ലപോലെ തെന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് മുമ്പേക്ക് വന്നപ്പോൾ അവിടെയും കുറേ ആക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ടില്ലേ, പാവങ്ങളെ പോലെ ചവച്ചുകൊണ്ടിരിക്കണേ. നമ്മൾ അടുത്ത് പോയാൽ ഇതുങ്ങൾ പേടിച്ചോടുന്നല്ലാണ്ട് മനുഷ്യന്മാരങ്ങനെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പോയത് ജസ്വന്ത്ഗർ വാർ മെമ്മോറിയലാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലേസ് ആണ്. മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മളപ്പോൾ ഇതും കണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആർമിക്കാരൻ്റെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് യുങ് വാട്ടർഫോൾസിലേക്കാണ്. ഇവിടേക്ക് എൻട്രി ഫീ ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ആയത്. നമ്മൾ വന്ന സമയത്ത് മഴ കുറവായതുകൊണ്ടാണ് തോന്നുന്നു അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല വാട്ടർഫോൾസിൽ. നമ്മൾ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി അധികം നേരം ആവണേ മുമ്പ് തന്നെ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയിട്ടോ. അന്തരീക്ഷം മുഴുവൻ ഇരുണ്ടു തുടങ്ങി, നല്ല കാറ്റ് വീശുന്നു. അപ്പം തന്നെ മനസ്സിലായി ഒരു നല്ല മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടെന്ന്. പിന്നെ നമ്മൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ തവാങ്ങിലാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 1 hour ഉണ്ട് അങ്ങോട്ടേക്ക്. പിന്നെ അപ്പം നമ്മൾ വിചാരിച്ചു വേഗം എന്തായാലും പോവാം, അല്ലെങ്കിൽ മഴയത്ത് പെട്ടുപോകുമെന്ന് തോന്നി. അപ്പോൾ ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.